അൺമാസ്കിങ് അനോമലീസ് പറഞ്ഞ വിഷയം കൂടാതെ നമ്മൾ കുറച്ച് വിഷയം കൂടെ, അതായത് ഇൻഫിഡൽസ് ടീം കുറച്ച് വിഷയം കൂടെ മുന്നോട്ട് വയ്ക്കുകയാണ്. ഞാൻ ആ വിഷയങ്ങൾ വായിക്കാം. ഒന്നാമത്തെ വിഷയം, മതം വിട്ടവരെ കൊല്ലൽ ഇസ്ലാമിലും ആധുനികതയിലും. രണ്ടുമുണ്ട്, ഇസ്ലാമിലും ആധുനികതയിലും. അടുത്തത്, ജിഹാദ് ഇസ്ലാമിലും ആധുനികതയിലും. ജിഹാദ് ഇസ്ലാമിലും ആധുനികതയിലും. മതന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം ഇസ്ലാമിലും ആധുനികതയിലും. നിർബന്ധിത മതപരിവർത്തനം ഇസ്ലാമിലും ആധുനികതയിലും. ഭാര്യയെ തല്ലൽ ഇസ്ലാമിലും ആധുനികതയിലും. ലൈംഗിക ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം ഇസ്ലാമിലും ആധുനികതയിലും. കാഫിറിനെ കൊന്നു തിന്നൽ ഇസ്ലാമിലും ആധുനികതയിലും. അടിമകളെ ലൈംഗിക ചൂഷണം ചെയ്യൽ ഇസ്ലാമിലും ആധുനികതയിലും. ബലാത്സംഗം ഇസ്ലാമിലും ആധുനികതയിലും. പീഡോഫീലിയ ഇസ്ലാമിലും ആധുനികതയിലും. ശൈശവ വിവാഹം ഇസ്ലാമിലും ആധുനികതയിലും. മതേതരത്വം ഇസ്ലാമിലും ആധുനികതയിലും. ജനാധിപത്യം ഇസ്ലാമിലും ആധുനികതയിലും. നിയമത്തിന് മുമ്പിലുള്ള തുല്യത ഇസ്ലാമിലും ആധുനികതയിലും. സ്ത്രീകളോടുള്ള സമീപനം ഇസ്ലാമിലും ആധുനികതയിലും. ഖുർആൻ ദൈവികമാണോ? അതിൽ ഇസ്ലാമിലും ആധുനികതയിൽ അത് ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ. ദൈവികമാണോ? കാരണം ആധുനികത ഒന്നുമില്ലല്ലോ. ഖുർആൻ ദൈവികമാണോ? ഇത്രയും വിഷയങ്ങളിൽ സംവാദത്തിന് റെഡിയാണെങ്കിൽ അൺമാസ്കിങ് അനോമലീസിന് വരാം. അൺമാസ്കിങ് അനോമലീസ് ആയിട്ട് വരണം, ഉഡായിപ്പ് അതോറിറ്റി ആയിട്ട് വരരുത്. മനസ്സിലായില്ലേ? ഉഡായിപ്പ് അതോറിറ്റി ആയിട്ട് വന്നാൽ താല്പര്യമില്ല. അപ്പോൾ ഇത്രയും വിഷയത്തിൽ നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. ചില വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫില്ല് ചെയ്യാം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഉണ്ടല്ലോ, ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. ആകെയുള്ള കണ്ടീഷൻ ഇതാണ്: തുല്യമായ സമയം, തുല്യമായ പ്രാതിനിധ്യം, തുല്യമായ മോഡറേഷൻ, തുല്യമായ വിതരണാവകാശം. മനസ്സിലായില്ലേ? അബ്ദുള്ള ബാസിലിന് ഒഴിവില്ലെങ്കിൽ CP സലീം സാഹിബിനെ അയച്ചാലും മതി. ധൈര്യം ഉണ്ടെങ്കിൽ, പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉറപ്പുണ്ടെങ്കിൽ ഈ സാധനം ഉണ്ടെങ്കിൽ വന്നാൽ മതി. ഓക്കെ.